Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chacko, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic corporate wheel and lifting or piercing of corporate wheel from the subject corporate regulations for BBA Semester 3 students of the Kerala University. Corporate wheel. A company is an artificial person different from its members and directors. In the eyes of law, it has a separate corporate personality. It has its own corporate name. It works under that name. In normal circumstances, company cannot be considered as agent or trustee of its members. കോർപ്പറേറ്റ് വീലിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ കമ്പനിയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഒരു കൃത്രിമ വ്യക്തിയാണ് എന്ന് പറയേണ്ടി വരും. അതായത് അതിലെ മെമ്പേഴ്സ്, ഡയറക്ടേഴ്സ്, കമ്പനിയിലെ മെമ്പേഴ്സിൽ നിന്നും ഡയറക്ടേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റി കമ്പനിക്കുണ്ട്. നിയമത്തിൻ്റെ മുമ്പിൽ കമ്പനിക്ക് ഒരു പ്രത്യേക കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്, സെപ്പറേറ്റ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു പ്രത്യേക വ്യക്തിത്വം കമ്പനിക്കുണ്ട്. നിയമത്തിൻ്റെ മുമ്പിൽ കമ്പനിക്ക് സ്വന്തമായിട്ട് പേര് തന്നെയാണ്, കോർപ്പറേറ്റ് നെയിം ഉണ്ട്. ആ പേരിൻ്റെ കീഴിലാണ് ആ കമ്പനി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഒരു കമ്പനിക്ക് അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് ഡയറക്ടേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. കമ്പനിക്ക് ഒരു കോർപ്പറേറ്റ് നെയിമുണ്ട്. ആ പേരിൻ്റെ കീഴിൽ ആണ് കമ്പനി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നോർമൽ സർക്കംസ്റ്റൻസസിൽ, സാധാരണ സന്ദർഭങ്ങളിൽ കമ്പനിയെ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഏജൻ്റായിട്ടോ ട്രസ്റ്റി ആയിട്ടോ കാണാനായിട്ട് സാധിക്കില്ല. ഏജൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെയാണ് ഏജൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരാളുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അയാൾ ട്രസ്റ്റി എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ട്രസ്റ്റി ആയിട്ടോ ഏജൻ്റായിട്ടോ കമ്പനിയെ കാണാനായിട്ട് സാധാരണഗതിയിൽ സാധിക്കുകയില്ല. അതാണ് ഇവിടെ പറയുന്നത്. Therefore, members and directors of a company cannot be held liable for any act of that company. This concept is known as corporate wheel. It means that only company can be held liable for an act done in the name of the company. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിയെ നോർമൽ സർക്കംസ്റ്റൻസസിൽ കമ്പനിയെ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഏജൻ്റായിട്ടോ ട്രസ്റ്റി ആയിട്ടോ കാണാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്ക് അതിൻ്റെ മെമ്പേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയോ ലയബിൾ ആക്കാൻ സാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാധ്യസ്ഥരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനാണ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ഒന്നുകൂടെ പറയാം. കമ്പനിയുടെ പ്രവർത്തികളിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിലോ നല്ലതാണെങ്കിലോ ചീത്തയാണെങ്കിലോ ആ കമ്പനിയുടെ പ്രവർത്തികളിൽ അതിൻ്റെ മെമ്പേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയോ കുറ്റക്കാരാക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ലയബിൾ ആക്കാൻ സാധിക്കുകയില്ല. അവർക്ക് യാതൊരു ബാധ്യതയില്ല കമ്പനിയുടെ പ്രവർത്തികളിൽ. ഈ ഒരു കോൺസെപ്റ്റിനാണ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. കാരണം ഒരു കമ്പനിയെ സംബന്ധിച്ച് അത് ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, അതിന് പ്രത്യേക വ്യക്തിത്വമുണ്ട്, ഒരു കോർപ്പറേറ്റ് നെയിമുണ്ട്, ആ നെയിമിൻ്റെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ഏർപ്പെടുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തികളിൽ കമ്പനിക്ക് മാത്രമാണ് ബാധ്യത. അതിൻ്റെ ഡയറക്ടേഴ്സിനോ മെമ്പേഴ്സിനോ യാതൊരു ബാധ്യതയും കൈവരുന്നില്ല. ഈ ഒരു കോൺസെപ്റ്റിനാണ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, കമ്പനിയുടെ പേരിൽ നടക്കുന്ന പ്രവർത്തികൾക്ക് ഒരിക്കലും ഡയറക്ടേഴ്സിനെ മെമ്പേഴ്സിനെ ലയബിൾ ആക്കാൻ സാധിക്കുകയില്ല. കമ്പനിയുടെ പേരിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കമ്പനി മാത്രമായിരിക്കും ഉത്തരവാദി. ഈ ഒരു കോൺസെപ്റ്റിനാണ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. As per company laws, a company can be created for lawful purpose only. If a company is created for any dishonest use, fraudulent purpose, unlawful purpose, for evading taxes or any other purpose which is against the public interest, then law can identify the persons who are behind it and are responsible for any fraud or unlawful act. This concept is called lifting of corporate wheel. കമ്പനികാര്യ നിയമം അനുസരിച്ച് നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ അഥവാ രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ലോഫുൾ പർപ്പസിന് വേണ്ടി മാത്രമേ ഒരു കമ്പനി രൂപീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അതല്ല, ഏതെങ്കിലും ഒരു കമ്പനി
സത്യസന്ധമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രോഡുലൻറ്റ് പർപ്പസ്, ചതിക്കാൻ വേണ്ടി ഒരു കമ്പനി ആരംഭിക്കുന്നു, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ളൊരു പർപ്പസിന് വേണ്ടി കമ്പനി ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ടാക്സുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇവേഡിങ് ടാക്സസ് മീൻസ് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി കമ്പനി രൂപീകരിക്കുന്നു, അതല്ല പൊതുജന താല്പര്യത്തിന് എതിരായിട്ടുള്ള മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി കമ്പനി രൂപീകരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ കമ്പനിയുടെ പിന്നിൽ ആരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള അവകാശം നിയമത്തിനുണ്ട്. മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ കമ്പനി രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദികൾ ആരൊക്കെയാണ്, ആ ഫ്രോഡ് അല്ലെങ്കിൽ അൺലോഫുൾ ആക്ടിന് ഉത്തരവാദി ആരൊക്കെയാണ്, ഇത് കണ്ടെത്താനുള്ള ഒരു അവകാശം കമ്പനിക്കുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെയാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്യുന്നു, ആ ഒരു സ്റ്റാറ്റസ് എടുത്തു മാറ്റുന്നു. കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്കറിയാം. കമ്പനിയുടെ പേരിൽ ചെയ്യുന്ന പ്രവർത്തികൾക്ക് കമ്പനിയുടെ മെമ്പേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയോ ലയബിളാക്കാൻ സാധിക്കുകയില്ല, അവരെ കുറ്റക്കാരായി കാണാൻ സാധിക്കുകയില്ല എന്നാണ് കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പറയുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഒരു കമ്പനി രൂപീകരിച്ചിരിക്കുന്നത് തന്നെ ചതിപ്രയോഗം നടത്താനോ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ ടാക്സ് വെട്ടിക്കാൻ, ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കൊക്കെയാണ് കമ്പനി തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ഈ ഒരു കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തണൽ ഇതിൻ്റെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ലഭിക്കുകയില്ല. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ സന്ദർഭങ്ങളിൽ കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ലിഫ്റ്റ് ചെയ്യാനുള്ള അധികാരം നിയമത്തിനുണ്ട്. അപ്പോൾ ഇതാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വീൽ മീൻസ് ഡിസ്റിഗാർഡിംഗ് ദ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ആൻഡ് ലുക്കിംഗ് ബിഹൈൻഡ് ദ റിയൽ പേഴ്സൺ ഹൂ ആർ ഇൻ ദ കൺട്രോൾ ഓഫ് ദ കമ്പനി. കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യുക, എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കമ്പനിയുടെ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിയെ ഡിസ്റിഗാർഡ് ചെയ്യുക, അത് അംഗീകരിക്കാതിരിക്കുക എന്നതാണ്. അതിന് പകരം അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ആരാണ് ഈ കമ്പനിയെ നിയന്ത്രിക്കുന്നത്, അവരെ നോക്കിക്കാണുന്ന ആ ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്തുന്നതിനെയാണ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വീല് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. In other words, where a fraudulent and dishonest use is made of the legal entity, the individuals concerned will not be allowed to take shelter behind the corporate personality. In this regards, the court will break through the corporate veil. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഡിസോണസ്റ്റ് യൂസ് നടക്കുകയാണെങ്കിൽ, ഒരു ചതി അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കമ്പനിയുടെ ലീഗൽ എൻറ്റിറ്റി, നിയമപരമായിട്ടുള്ള ഈ വ്യക്തിത്വം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ള വ്യക്തികളെ കമ്പനിയുടെ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന ഒരു തണൽ, ഷെൽട്ടർ, അതിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കാൻ സമ്മതിക്കാതെ അവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. കോടതി ഇക്കാര്യത്തിൽ ഈ കോർപ്പറേറ്റ് വീല് ബ്രേക്ക് ചെയ്യും. എന്ന് വെച്ചാൽ കമ്പനിയുടെ പേരിൽ നടക്കുന്ന പ്രവൃത്തികൾക്ക് അതിൻ്റെ മെമ്പേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയോ പ്രതിയാക്കാനോ അല്ലെങ്കിൽ കുറ്റക്കാരാക്കാനോ സാധിക്കാത്ത ആ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തണൽ കോടതി അങ്ങ് നീക്കം ചെയ്യുകയാണ്. ഏത് സാഹചര്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്പനി ക്രിയേറ്റ് ചെയ്തത് ഫ്രോഡുലൻ്റ് പർപ്പസിനോ ഡിസോണസ്റ്റ് യൂസിനോ ആണെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ കോടതി ഈ കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ എന്ന സ്റ്റാറ്റസ് എടുത്തു കളയും. അതിനെയാണ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. Let us see the definition of lifting the corporate wheel or piercing the corporate wheel. According to the definition of Black Law Dictionary, the piercing the corporate wheel is the judicial act of imposing liability on otherwise immune corporate officers, directors and shareholders for the corporation's wrongful acts. ഇപ്പോൾ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ അഥവാ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ എന്ന് വെച്ചാൽ അതിൻ്റെ നിർവചനം ഇങ്ങനെയാണ്. അതായത് ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയുടെ, അതല്ല കമ്പനിയുടെ മെമ്പേഴ്സോ ഷെയർ ഹോൾഡേഴ്സോ അതിൻ്റെ ഡയറക്ടേഴ്സോ കോർപ്പറേറ്റ് ഓഫീസേഴ്സോ മറ്റുള്ളവരെ ചതിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കമ്പനി ആരംഭിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടോ മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടോ ഒരു കമ്പനിയെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത്തരം ആൾക്കാരുടെ മേൽ കോടതി
കുറ്റക്കാരാക്കുന്ന നടപടി സ്വീകരിക്കും. അവരെ കുറ്റക്കാരാക്കുന്ന നടപടി കോടതി സ്വീകരിക്കും. ഈ ഒരു കോടതിയുടെ നടപടിയാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ അഥവാ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. അതായത് കമ്പനിക്ക് ഒരു കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് അഥവാ ഒരു പദവിയുണ്ട്. അതായത് കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ മെമ്പേഴ്സോ ഡയറക്ടേഴ്സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തികളും ബാധ്യസ്ഥരല്ല എന്നുള്ളൊരു പരിഗണന കമ്പനിക്കുണ്ട്. ആ പരിഗണനയുടെ മറവിൽ ഒളിച്ചുകൊണ്ട്, കമ്പനിയുടെ സ്റ്റാറ്റസിൻ്റെ മറവിൽ ഒളിച്ചുകൊണ്ട് അതിൻ്റെ മെമ്പേഴ്സോ ഷെയർ ഹോൾഡേഴ്സോ ഡയറക്ടേഴ്സോ കോർപ്പറേറ്റ് ഓഫീസേഴ്സോ ചെയ്യുന്ന ചതിപ്രയോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഡിസോണസ്റ്റ് യൂസിന് അല്ലെങ്കിൽ മറ്റ് ടാക്സ് വെട്ടിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒക്കെ അവർ മുതിരുകയാണെങ്കിൽ അതിലൊക്കെ അവരെ കുറ്റക്കാരാക്കുന്ന ഒരു കോടതി നടപടി ജുഡീഷ്യൽ ആക്ടിനാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ അഥവാ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. Assignment questions. What do you mean by corporate wheel? What is lifting or piercing of corporate wheel? I hope all of you have understood the topic corporate wheel and lifting of corporate wheel or piercing of corporate wheel quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.